എനിക്കറിയില്ല എന്തായാലും ഒരു മത്സരത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? പാർട്ടി പറഞ്ഞാൽ നമ്മളൊരു പാർട്ടി കുടുംബമല്ലേ. ഇതുവരെ ഒന്നും ആലോചിച്ചില്ല അതിനെപ്പറ്റി. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. സുരേഷ് മത്സരിക്കുന്നുണ്ടോ? അനൗൺസ് ചെയ്തിട്ടില്ല. അറിയാൻ വേണ്ടി UDFന്റെ പുള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുള്ള റൂമേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല അത്. ഏതായാലും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? നമ്മളെല്ലാം രാഷ്ട്രീയ കുടുംബമല്ലേ. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ EMSന്റെ മകൻ സീതൻ അടക്കം മത്സരിച്ചൊരു ചരിത്രം കേരളത്തിലുണ്ട് CPM. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചാൻസ് വരികയാണ്. പാർട്ടി അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പാർട്ടി അംഗം നിലക്ക് അത് അംഗീകരിക്കില്ലേ? നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ. പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അറിയില്ല. ഈ മലമ്പുഴ എന്ന് പറയുമ്പോൾ VS-ഉമായിട്ട് വളരെ വൈകാരികമായി ബന്ധമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോള് കിട്ടിയാൽ അറ്റൻഡ് ചെയ്യുമെന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ്. താങ്കൾക്കും വളരെ അടുത്ത ബന്ധം മലമ്പുഴയിലുണ്ട്. അച്ഛൻ്റെ 2 തെരഞ്ഞെടുപ്പുകളിലും പൂർണ്ണസമയം കൂടെ ഉണ്ടായിരുന്നതാണ് ആര്? മലമ്പുഴ അച്ഛൻ്റെ വളരെ വൈകാരികമായി ബന്ധമുള്ളൊരു സ്ഥലമാണല്ലോ. പാർട്ടി കുടുംബമാണ്, പാർട്ടി പറഞ്ഞാൽ തള്ളിക്കളയുക. ഇപ്പോൾ അങ്ങനെ വേണോ? ഇല്ല. പിന്നെ വേറെ തുടർഭരണത്തിനുള്ള സാധ്യത എത്രത്തോളം? ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയണോ? ഞാൻ ജസ്റ്റ് വന്ന് കയറിയേ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല. രാവിലെ 5 മണിയുടെ ഫ്ലൈറ്റ് അല്ലേ. ഒരു കാര്യം കൂടി, സുരേഷ് അച്ഛൻ്റെ ഏറ്റവും അടുത്ത ആള്. അപ്പോൾ സുരേഷ് അവിടെ മത്സരിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, ഞാൻ അത് അറിഞ്ഞിരുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമല്ലേ. ഞാൻ അനൗൺസ്മെന്റ് കേട്ടില്ല, അതുകൊണ്ടാണ്. കുടുംബപരമായ തീരുമാനമായിരുന്നു അത്. നമുക്ക് അച്ഛന് കിട്ടുന്ന എല്ലാ അംഗീകാരങ്ങളും കുടുംബത്തിന് വളരെ സന്തോഷമുണ്ട്. അത് തരുന്നവരോട് നന്ദിയുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വാങ്ങണ്ടെന്നാണ് കുടുംബം തീരുമാനിച്ചത്.